കോട്ടയം മുണ്ടക്കയത്ത് നടന്ന ഒരു അപകട വാർത്തയിലേക്കാണ്. പക്ഷേ ഈ എല്ലാവരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് കത്തി നശിച്ചത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 45 വിനോദയാത്രാ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ടോബി ജോൺസനാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഏറെ ആശ്വാസകരമാണ്. ഓടിക്കൊണ്ടിരുന്ന ബസ് തീപിടിക്കുന്നു. അതിനുശേഷം അതിലുണ്ടായിരുന്ന 45 പേരും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. എന്തായിരുന്നു സംഭവം? വിവരങ്ങൾ. ക്രിസ്റ്റിന, പുലർച്ചെ 3:30 ഈ സംഭവം ഉണ്ടാകുന്നത്. മുണ്ടക്കയത്ത് വെച്ചാണ് കുമളിയിൽ നിന്നും ഓടി വന്ന ഈ ടൂറിസ്റ്റ് ബസ്. അതിൽ ഏകദേശം 45 പേരുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ വിനോദസഞ്ചാരികൾ അതിലുണ്ടായിരുന്നു. അവർ മുണ്ടക്കയം ടൗണിലെത്തിയപ്പോൾ ഈ ബസ്സിൽ നിന്നും അടിയിൽ നിന്നും പുകയും അതുപോലെ തന്നെ തീയും വരുന്നത് കണ്ട് ഇവരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇവർ മാറി നിന്ന ശേഷമാണ് ഈ ബസ് പൂർണ്ണമായും കത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബസിന്റെ അടിയിൽ നിന്നുമാണ് ഈ തീ വന്നത്. തുടർന്ന് ഇത് ടാങ്കിലേക്ക് പിടിക്കുകയും ബസ് പൂർണ്ണമായും കത്തി നശിക്കുകയുമായിരുന്നു. ഇത് ബസ് കോട്ടയം സ്വദേശികളുടെ ബസ്സാണെന്നാണ് അറിയുന്നത്. മധുരയിൽ പോയി മടങ്ങി വരുന്ന വഴിയാണ് ഈ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ബസ്സിന് തീ പിടിച്ചത്. ഉടൻ തന്നെ മുണ്ടക്കയത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ആർക്കും തന്നെ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. ഈ വാഹനത്തിന് ചില തകരാറുകൾ നേരത്തെ തന്നെ ഈ യാത്രയിൽ ഉണ്ടായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ വെച്ച് വാഹനം നിർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് കുമളിയിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള യാത്രക്കിടയിൽ മുണ്ടക്കയത്ത് വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.